ഇറാനിൽ നടക്കുന്ന ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭത്തിൽ നിരപരാധികളെ കൊന്നൊടുക്കുന്നതിനെതിരെ ഇടപെടുമെന്ന് ആവർത്തിച്ച് യുഎസ്. ഇറാനിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണെന്നും പ്രക്ഷോഭകാരികളിൽ ഒരാളെ പരസ്യമായി തൂക്കിലേറ്റാനുള്ള തീരുമാനത്തിന് ഇറാൻ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രക്ഷോഭം അടിച്ചമർത്തുന്നതിനായാണ് ഖമേനിക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയെന്ന് ആരോപിച്ച് ഇർഫാൻ സുൽത്താനി എന്ന 26-കാരനെ ഇറാൻ തൂക്കിലേറ്റാൻ ഒരുങ്ങുന്നത്. കറാഷ് പ്രവിശ്യയിൽ നടന്ന പ്രക്ഷോഭത്തിൽ പങ്കെടുത്തതിനിടെയാണ് ഇർഫാനെ പട്ടാളം പിടിച്ചുകൊണ്ടുപോയത്. ഇറാനിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണെന്നും കൃത്യസമയത്ത് ശക്തമായ നടപടിയുണ്ടാകുമെന്നും ഇർഫാനെ തൂക്കിലേറ്റിയാൽ ഇറാൻ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുമെന്നും ട്രംപ് പറഞ്ഞു. ഭരണവിരുദ്ധ പ്രക്ഷോഭത്തിൽ 2000-ലേറെ പേർ ഇതിനകം കൊല്ലപ്പെട്ടുവെന്നും 10,000-ഓളം പ്രക്ഷോഭകാരികൾ തടവിലാണെന്നുമാണ് ഇറാനിൽ നിന്നുള്ള അനൌദ്യോഗിക വിവരം. യഥാർത്ഥ കണക്കുകൾ ഇന്റർനെറ്റ് ബ്ലാക്കൌട്ടിനെ തുടർന്ന് ലഭ്യമായിട്ടില്ല. ഒരു നിരപരാധിയുടെ ജീവനെടുക്കുന്നത് തന്നെ അനുവദിക്കാൻ കഴിയില്ലെന്നും അപ്പോഴാണ് ആയിരങ്ങളെ ഖമേനി ഭരണകൂടം കൊല്ലുന്നതെന്നും ട്രംപ് പറഞ്ഞു. 20 മിനിറ്റിനുള്ളിൽ ഇറാനിലെ കൃത്യമായ ചിത്രം തനിക്ക് ലഭിക്കുമെന്നും അതിനുശേഷം ഉചിതമായ നടപടി ഉണ്ടാകുമെന്നും ട്രംപ് മിഷിഗണിൽ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇറാനിലെ ജനങ്ങൾ പ്രക്ഷോഭം തുടരണമെന്നും സഹായം പുറപ്പെട്ടു കഴിഞ്ഞുവെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നു. ഇതിനു പിന്നാലെ ഇറാനെ യുഎസ് ആക്രമിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങളും പരന്നിരുന്നു. ഇറാനെ ആക്രമിച്ചാൽ ട്രംപ് ഒരിക്കലും മറക്കാത്ത തിരിച്ചടി നൽകുമെന്നായിരുന്നു ഇറാന്റെ പ്രതികരണം. 734 പേർ പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടുവെന്നാണ് ഇറാനിൽ നിന്നുള്ള ഔദ്യോഗിക കണക്ക്. ഇതിൽ പ്രായപൂർത്തിയാകാത്ത 9 പേരുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. വിലക്കയറ്റത്തിനും സാമ്പത്തിക തകർച്ചയ്ക്കും തൊഴിലില്ലായ്മയ്ക്കുമെതിരെ ഡിസംബർ അവസാന ആഴ്ചയിലാണ് ഇറാനിൽ പ്രതിഷേധം ആരംഭിച്ചത്. വ്യാപാരികൾ തുടക്കമിട്ട പ്രക്ഷോഭത്തിൽ ക്രമേണ സ്ത്രീകളും യുവാക്കളും ചേർന്നു. സർക്കാർ സ്ഥാപനങ്ങൾക്ക് തീയിട്ട് ഖമേനിയുടെ ചിത്രങ്ങൾ തെരുവുകളിൽ കൂട്ടിയിട്ട് കത്തിച്ചും ആളുകൾ പ്രതിഷേധം ആരംഭിച്ചതോടെ ഇറാൻ സൈന്യം അടിച്ചമർത്തൽ തുടങ്ങി. പടിഞ്ഞാറൻ ടെഹ്റാനിലാണ് പ്രക്ഷോഭം അതിശക്തമായി തുടരുന്നത്. പ്രതിഷേധക്കാരുടെ എണ്ണം വർദ്ധിച്ചതോടെ സർക്കാർ ഇന്റർനെറ്റ് ടെലിഫോൺ സേവനങ്ങൾ സ്തംഭിപ്പിച്ചു. ഇതോടെ ഇറാൻ ജനതയ്ക്ക് പുറം ലോകവുമായുള്ള ബന്ധം നഷ്ടമായിരുന്നു. ഉപഗ്രഹ ഇന്റർനെറ്റ് സംവിധാനത്തിലൂടെയാണ് ഇറാനിലെ സംഭവങ്ങൾ പ്രക്ഷോഭകാരികൾ പുറം ലോകവുമായി പങ്കുവച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അത്യാധുനിക ജാമറുകൾ ഉപയോഗിച്ചും റെയ്ഡിൽ ഡിഷുകൾ പിടിച്ചെടുത്തും പട്ടാളം വിവരങ്ങൾ സമൂഹ മാധ്യമങ്ങളിലെത്തുന്നത് അടിച്ചമർത്തുകയാണ്. അതിനിടെ ഇറാൻ പ്രക്ഷോഭത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുൾപ്പെടെ 2000-ഓളം പേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഇറാൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. 2 ആഴ്ചയായി നീളുന്ന രാജ്യവ്യാപക പ്രക്ഷോഭത്തിനിടെ ആദ്യമായാണ് മരണസംഖ്യ വ്യക്തമാക്കിയുള്ള പ്രതികരണം ഉണ്ടാകുന്നത്. സാധാരണക്കാരുടെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും മരണങ്ങൾക്ക് കാരണം ഭീകരരാണെന്നും പറയുന്നു. ഉദ്യോഗസ്ഥരാണെന്നും കൂടുതൽ വിവരങ്ങളും പുറത്തുവിട്ടിട്ടില്ല. അതേസമയം ഇറാനിൽ സുരക്ഷാ സേനയുടെ ആക്രമണത്തിൽ കുറഞ്ഞത് 12,000 പേർ കൊല്ലപ്പെട്ടുവെന്ന ആരോപണവുമായി ഇറാൻ ഇന്റർനാഷണൽ എന്ന വെബ്സൈറ്റും രംഗത്തെത്തി. ഇതുവരെ പുറത്തുവന്നതിനേക്കാൾ ഏറെ കൂടുതലാണ് കണക്ക്. ഇറാൻ ദേശീയ സെക്യൂരിറ്റി കൌൺസിൽ, പ്രസിഡന്റ് ഓഫീസ്, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് അംഗങ്ങൾ, മെഡിക്കൽ ഉദ്യോഗസ്ഥർ, ദിക്സാക്ഷികൾ എന്നിവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിരിക്കുന്നുവെന്ന് അവകാശപ്പെടുന്നു. 30 വയസ്സിന് താഴെയുള്ളവരാണ് കൊല്ലപ്പെട്ടവരിൽ മിക്കവരുമെന്നും റിപ്പോർട്ട് പറയുന്നു. അതേസമയം ഇറാനിലെ അധികൃതർ ഈ റിപ്പോർട്ടിനോട് പ്രതികരിച്ചിട്ടില്ല. അതിനിടെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ മറവിൽ ഇറാനിൽ ഇടപെടലിനുള്ള അമേരിക്കയുടെ നീക്കം സജീവമാകുകയാണ്. ഇറാനുമായുള്ള നയതന്ത്രം താൽക്കാലികമായി നിർത്തിവെച്ചതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അവർ വലിയ വില നൽകേണ്ടി വരും. ഇറാനിയൻ ഉദ്യോഗസ്ഥരുമായുള്ള എല്ലാ കൂടിക്കാഴ്ചകളും റദ്ദാക്കി. സഹായം ഉടൻ എത്തുമെന്നും ട്രംപ് പറഞ്ഞു. അമേരിക്ക മുമ്പ് പരീക്ഷിച്ച സൈനിക മാർഗം വീണ്ടും ആഗ്രഹിക്കുന്നുവെങ്കിൽ തങ്ങൾ അതിന് തയ്യാറാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ഷിയും പറഞ്ഞു. അതേസമയം ഇറാനിലെ സംഘർഷം ഭയാനകമാണെന്നും 100 കണക്കിന് പേർ കൊല്ലപ്പെട്ടുവെന്നും UN മനുഷ്യാവകാശ മേധാവി വോൾക്കർ ടർക്ക് പറഞ്ഞു. 100-ലധികം സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതായി ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തുടർച്ചയായ 5-ാം ദിവസവും ഇറാൻ ഇന്റർനെറ്റിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ വിദേശത്തേക്ക് ഫോൺ ചെയ്യുന്നതിനുൾപ്പെടെ ചില ഇളവുകൾ ചൊവ്വാഴ്ച നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.